മീഡിയ വൺ ടീ ടൈം ദോഹ റണ്ണിന് ആശംസകളുമായി ഖത്തറിലെ റണ്ണർമാർ. മത്സരത്തിനായി കാത്തിരിക്കുകയാണെന്ന് പ്രവാസികളടക്കമുള്ളവർ പ്രതികരിച്ചു. ഡിസംബർ 26-ന് അൽവിദ പാർക്കിലാണ് ദോഹ റൺ അരങ്ങേറുന്നത്. എൻ്റെ ഫസ്റ്റത്തെ റേസ് ശരിക്കത്തെ റേസ് ഞാൻ ഓടിയത് മീഡിയ വണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2.5 കിലോമീറ്റർ വിഭാഗത്തിൽ പങ്കെടുത്തതിന്റെ ആത്മവിശ്വാസമാണ് മുഹമ്മദ് ആഹിലിന് കൂട്ട്. ഇത്തവണയും താൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഈ 7ാം ക്ലാസ്സുകാരൻ. നല്ല പ്രോഗ്രാം ആയിരുന്നു, നല്ല ലെവൽ പ്ലാൻ ചെയ്യുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2.5 കിലോമീറ്റർ. ഇറ്റ് വാസ് വെരി ടയറിങ്. എൻ്റെ ഫസ്റ്റ് ടൈം, അതുകൊണ്ട് ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ അബ്ബലുണ്ടായിരുന്നു മോട്ടിവേഷൻ. ഞാൻ രജിസ്റ്റർ ചെയ്തിന് ഫോർ ദ നെക്സ്റ്റ് ഇയർ. മീഡിയ വൺ റേസിനായി കുടുംബത്തോടൊപ്പം രജിസ്റ്റർ ചെയ്തു കാത്തിരിക്കുകയാണ് അഹിലിന്റെ ഉപ്പ മുഹമ്മദ് ബൻസീർ. കഴിഞ്ഞ മീഡിയ വണ്ണിൻ്റെ റേസ് അതിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഒരുപാടുണ്ട്. ഈ ഇമ്പ്രൂവ്മെൻറ്റ് ഇനി ഈ വരുന്ന മീഡിയ വണ്ണിൽ ഇതിനെ കാട്ടി നല്ല പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് കൂട്ടത്തിൽ ഇതെല്ലാം ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സ്വന്തം കഴിവിനെ നമ്മൾ തന്നെ തെളിയിക്കുകയാണ്. അപ്പോൾ ഹെൽത്തും കൂടി അത് കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളും വരുന്നുണ്ട് മീഡിയ വണ്ണിൽ പ്രോഗ്രാം, അത് നിങ്ങളും കൂടെ ജോയിൻ ചെയ്യാം. ഓടാൻ ഇത്രയും നല്ല കാലാവസ്ഥ ഇനി എപ്പോൾ കിട്ടുമെന്ന് ചോദിക്കുന്നു ദോഹയിൽ എഞ്ചിനീയറും റണ്ണറുമായ മാസൂം. യൂഷ്വലി ഇവിടുത്തെ സമ്മേഴ്സ് കുറച്ചൊരു എക്സ്ട്രീമാണ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർക്ക് മോർണിംഗിൽ റൺ ചെയ്യാനും കാര്യങ്ങളും. ഈ ഒരു ടൈമിൽ വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലൈമറ്റുമാണ്. ഐ തിങ്ക് ഇനിയിപ്പോൾ വരാൻ പോകുന്ന മീഡിയ വൺ റണ്ണിൻ്റെ ടൈമിങ് വളരെ പെർഫെക്റ്റ് ആണ് ഇൻ ടേംസ് ഓഫ് ആൾക്കാർക്ക് റൺ ചെയ്യാൻ. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ എന്നുള്ളൊരു സംഭവത്തിലല്ല, എല്ലാവർക്കും ഒത്തൊരുമിച്ച് വന്ന് അതിൻ്റെ ഒരു കിട്ടുന്ന ആ ഒരു എനർജി എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ ഈ ഒരു നല്ലൊരു മോർണിംഗ് ആണ്, നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ ആ ഒരു കിട്ടുന്ന എനർജിയിൽ ആൾക്കാർക്ക് ഒത്തൊരുമിച്ച് റൺ ചെയ്യാം. ഹെൽത്തിന് ബെനിഫിറ്റ് ആണ്, സോഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ എലമെൻസും കൂടി വരുന്ന ഒരു ടൈമാണ്. കഴിഞ്ഞ വർഷത്തെ റൺ അനുഭവം UK-യിൽ നിന്നുള്ള ബാസിത്ത് അലി ഓർത്തെടുത്തത് ഇങ്ങനെ. The experience was fantastic. I saw so many people taking part. It was very successful, involved the whole community, from adults to teenagers to the young children. Everybody had a wonderful time. I think it was really, really well organized. So well done to the organizers, and inshallah we'll have more opportunities to take part in the future on the Doha Run. ഖത്തർ ദേശീയ ടീമിലെ മുൻ നീന്തൽ താരം അഹമ്മദ് യൂസുഫും UK റണ്ണർ കാർല ഡില്ലും ഇത്തരം സംരംഭങ്ങൾക്ക് ഖത്തർ നൽകുന്ന പിന്തുണ എടുത്തു പറയുന്നു. It's very excellent. This is what we talk about. This kind of races build the base for the kids, build the base for the young people to start a normal, healthy life. And this is the point of for all kind of races like this. I think encouraging people and people seeing people getting active and enjoying, healthy active lifestyle and all these events, I think is just such a great thing. റണ്ണിനായുള്ള രജിസ്ട്രേഷൻ പുരോഗമിക്കുകയാണ്. രജിസ്റ്റർ ചെയ്തവർക്കുള്ള ടീഷർട്ട്, ഇലക്ട്രോണിക് ബിബ്, റേസ് കിറ്റ് എന്നിവ വൈകാതെ വിതരണം ചെയ്യും. ദോഹ റണ്ണിന്റെ 3ാമത്തെ എഡിഷനാണ് ഇത്തവണത്തേത്. ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെ ആപ്ലിക്കേഷൻ വഴി റണ്ണിനായി രജിസ്റ്റർ ചെയ്യാം. മുതിർന്നവർക്കും കുട്ടികൾക്കുമായി ആകെ 5 വിഭാഗത്തിലാണ് മത്സരമുള്ളത്. മീഡിയ വൺ, ദോഹ.